തിരുവനന്തപുരത്ത് ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. കരമനയിൽ 3 വീടുകളുടെ മേൽക്കൂര പറന്നുപോയി. മരം കടപുഴകി വീണ് 6 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വിനയ ചേരുകയാണ്. വിനയ, എപ്പോഴായിരുന്നു ഈ ശക്തമായ കാറ്റടിച്ചത്? വിശദാംശങ്ങൾ. ഷമി, തിരുവനന്തപുരം കരമന തളിയിലാണ് ഈ ശക്തമായ കാറ്റിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. 3 വീടുകളുടെ മേൽക്കൂരയാണ് പറന്നു പോയിരിക്കുന്നത്. നമുക്കറിയാം, 3 വീടുകളുടെ മേൽക്കൂര പറന്നു പോയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ മരം കടപുഴകി വീണും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു വീടിന്റെ മേൽക്കൂര പറന്നു പോയിട്ടുണ്ട്. അവിടെയുള്ള ചേച്ചി ഇപ്പോൾ എന്തായാലും ചേരുന്നുണ്ട്. ചേച്ചി, ഈ സംഭവ സമയം ചേച്ചി ഉണ്ടായിരുന്നു ഇവിടെ? വീട്ടിനകത്തുണ്ടായിരുന്നു. ഇവിടെ കട്ടിലെ കിടക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഒരു 1:15 ശേഷം മഴ ചാറിക്കൊണ്ടായിരുന്നു. ചാറ്റൽ മഴ കഴിഞ്ഞ ശേഷം കാറ്റ് വീശാൻ തുടങ്ങി. ഇപ്പോൾ സ്ഥിരം ഇങ്ങനെ ഷീറ്റ് അടിക്കുന്ന സൗണ്ട് ഉള്ളതുകൊണ്ട് കാര്യം വയ്ക്കില്ല. ഒരു 10 സെക്കൻഡിനകത്ത് ഷീറ്റ് മൊത്തത്തിൽ അങ്ങ് പൊങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെത് പോയപ്പോൾ പേടിച്ച് വെളിയിൽ ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും അപ്പുറത്തെയും അതിൻ്റെ അടുത്ത വീട്ടിലെ ഷീറ്റും അതേ ഇങ്ങനെ വന്നു വീശി വന്നാണ്ട് ലൈന് പൊട്ടിയതുകൊണ്ട് പിന്നെ എനിക്ക് ഇറങ്ങാൻ പേടിയിട്ട് അകത്ത് കയറിയിട്ട് ചേട്ടനെ വിളിക്കുകയായിരുന്നു. വിളിച്ച് ചേട്ടൻ വന്നതിന് ശേഷമാണ് പിന്നെ പുറത്തിറങ്ങിയത്. കുട്ടികളുണ്ട് ഈ സമയത്തുണ്ടായിരുന്നോ? കുട്ടികളുള്ളതാണ്, പക്ഷേ സ്കൂളുള്ള വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എല്ലാവരും സ്കൂളിലോട്ട് പോയിക്കുമായിരുന്നു. എനിക്കൊരു മോളുണ്ട്, സ്കൂളിലായിരുന്നു ആ സമയത്ത്. ഈ മഴ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇത്തരത്തിലുള്ള സംഭവം ആദ്യമായിട്ടായിരിക്കും അല്ലേ? ഇത്തരത്തിൽ ഇങ്ങനെ ഷീറ്റ് മാറിപ്പോകുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ മഴ ഉണ്ടാവാറുണ്ട്. മഴയ്ക്ക് ശേഷം ഒരു 3-4 ദിവസം അടുപ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കയറുന്ന പ്രദേശമാണ്. ഡാമോടെ തുറക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം കയറും. 2018 ആ പ്രളയ സമയത്ത് 6 ദിവസം ഇവിടെ വെള്ളത്തിലുണ്ടായിരുന്നു. ഈ അളവ് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ മഴ ഒത്തിരി വരുമ്പോഴത്തേക്കും സ്ഥിരമായിട്ട് ഇങ്ങനെ അരച്ചവരോ വെള്ളം കയറിയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോഴേക്കും നമ്മളിങ്ങനെ ഷീറ്റിൻ്റെ മേലെ കട്ടിലൊക്കെ പൊക്കി കെട്ടി സാധനങ്ങൾ വരെ അതിൻ്റെ മുകളിലിട്ടാണ് പുറത്ത് ബണ്ടിൻ്റെ പുറത്ത് കയറി നിൽക്കും. മഴ ഇറങ്ങിയതിന് ശേഷം വെള്ളം ഇറങ്ങിയതിന് ശേഷം വന്ന് കഴുകി ഇറക്കിയിട്ട് താമസിക്കാൻ തുടങ്ങും. പക്ഷേ ഇതിപ്പം ഒരു പ്രതീക്ഷയില്ലാതെ എവിടെ ചെന്ന് രാത്രിയിൽ തങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. മോളുണ്ട്, 12 വയസ്സുണ്ട്, ചേട്ടനും കൂലിപ്പണിയാണ്. ഒരു നിവൃത്തിയില്ല, എങ്ങനെയാണെന്നുള്ള ഒരു അറിവുമില്ല. ഈ അതിനുശേഷം പിന്നീട് നാട്ടുകാർ വന്നതിന് ശേഷമാണ് പുറത്തിറങ്ങിയത്? ഇല്ല, ചേട്ടനാ ഫസ്റ്റ് വന്നത്. ബാക്കി ആരും അറിയില്ല. തൊട്ടടുത്ത വീട്ടിലെ ഒരു ചേച്ചിയുടെ മോളുടെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അതിന് പോയേക്കുമായിരുന്നു. ഞാൻ പോയിട്ട് വന്നതായിരുന്നു. വന്നപ്പോൾ മഴ ചാറിയതുകൊണ്ടാണ് പിന്നെ ഞാൻ പോകാണ്ട് ഇവിടെ നിന്നത്. ഇത്തരത്തിൽ 3 വീടുകളുടെ മേൽക്കൂരയാണ് ഈ ശക്തമായിട്ടുള്ള കാറ്റിൽ പറന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ വീട്ടിൽ മാത്രമാണ് ആ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നത്. അതിന് അപ്പുറത്തുള്ള വീടുകളുണ്ട്. ആ വീട്ടിലൊന്നും തന്നെ ആളുകൾ ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായതെന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, മേൽക്കൂര പൂർണ്ണമായും പറന്നു പോയിരിക്കുകയാണ്. ആ മേൽക്കൂരയിൽ തന്നെ ഫാൻ അടക്കം തന്നെ ഫിറ്റ് ചെയ്തത് ഇപ്പോഴും ആ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടെന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. കൂടാതെ തന്നെ മറ്റൊന്ന്, ഈ വഴിയിലൂടെ തന്നെ ഈ സ്ഥലത്തേക്ക് വരുന്ന വഴി, ആ വഴിയിലൂടെ തന്നെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മരങ്ങളടക്കം തന്നെ കടപുഴകി വീഴുന്ന ഒരു സ്ഥിതി അടക്കമുണ്ടായിരുന്നു. വീടിന് മുകളിലേക്ക് അടക്കം തന്നെ മരം കടപുഴകി വീഴുന്നൊരു സ്ഥിതി അടക്കമുണ്ടായിരുന്നു. ഇത് മേൽക്കൂരയാണ്. ഈ 3 വീടുകളുടെ മേൽക്കൂരയാണ് ഈ പറന്നു പോയി പറമ്പിലേക്ക് വീണിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ശക്തമായിട്ടുള്ള മഴയായിരുന്നില്ല, പക്ഷേ ഈ കാറ്റിലാണ് ഈ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഈ വീട്ടുകാരടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമ്മൾ ഈ വരുന്ന വഴിയിലാണെങ്കിലും തന്നെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിരുന്നു. ഈ മരങ്ങളടക്കം തന്നെ കടപുഴകി വീഴുകയും പിന്നീട് ഇപ്പോൾ KCBയുടെ നേതൃത്വത്തിൽ, നാട്ടുകാരുടെ നേതൃത്വത്തിലടക്കം തന്നെ അത് വൃത്തിയാക്കുന്ന ഒരു നിലയിലേക്ക് അടക്കം പോയിട്ടുണ്ട്. പ്രധാനമായും എടുത്തു പറയേണ്ടത്, ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ഈ നാട്ടുകാരടക്കം വരികയും പിന്നീട് രക്ഷാപ്രവർത്തനം നടത്തുകയും മറ്റും ചെയ്തിരുന്നു. എന്തായാലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ തന്നെയാണ് ഈ പ്രദേശത്ത് സംഭവിച്ചിരിക്കുന്നത്. ആളുകൾക്കൊന്നും തന്നെ വലിയ രീതിയിലുള്ള ഈ മറ്റ് സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ ആളുകളെല്ലാം തന്നെ സുരക്ഷിതരായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇത് മറ്റ് രണ്ടാമതൊരു വീടാണ്. ഈ വീട്ടിലെ മേൽക്കൂരയും ഇത്തരത്തിൽ പറന്നു പോയിട്ടുണ്ട്. ആ വീട്ടിലെ ചേച്ചിയാണ് ഈ നിൽക്കുന്നത്. സംഭവ സമയത്ത് ചേച്ചി ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അറിഞ്ഞത്? ഫോൺ ചെയ്ത് പറഞ്ഞു. മോള് വന്നിട്ട് അവളും അകത്തായി പോയി. അങ്ങനെ വീട് കൂര പറന്നു പോയി. ഞാൻ അതിനകത്ത് വിട്ടുപോയി, എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അടുത്ത വീട്ടിൻ്റെ ഓരോ കൂരയും പറന്ന് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ലൈനൊക്കെ വീണു പോയി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഞാൻ വന്നതാണ്. ഞാൻ ജോലി സ്ഥലത്തായിരുന്നു, വീട്ടിൽ ജോലിക്ക് പോകും. ചേച്ചി ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്? ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം അറിയില്ല, ജോലി സ്ഥലത്ത് കിടക്കാൻ പറ്റും. 2-3 ദിവസം അവിടെ ആയിരുന്നു. അവിടുത്തെ അമ്മയ്ക്ക് സുഖമില്ലാത്ത കാരണം അവിടെയായിരുന്നു. ഇന്നത്തത് അറിയില്ല എനിക്ക്. ഈ പ്രദേശത്ത് ഈ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കയറുന്നത് പതിവാണല്ലേ?
എന്തായാലും നമുക്ക് മനസ്സിലാവും അവരുടെ വിഷമം എന്താണെന്നുള്ളത്. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഓരോരുത്തരും വീടുകൾ നിർമ്മിക്കുന്നത്. ആ വീട്ടിലെ മേൽക്കൂര പൂർണ്ണമായും ഇപ്പോൾ പറന്നു പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. നമുക്കറിയാം അതിനി പുനർനിർമ്മിക്കണമെങ്കിൽ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെങ്കിൽ തന്നെ പൈസ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇത് വീടുകൾക്ക് മാത്രമല്ല കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. വരുന്ന വഴിയിലടക്കം ഈ മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീഴുന്ന ഒരു സ്ഥിതി അടക്കമുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിലും മറ്റും മുറിച്ചു മാറ്റുന്ന ഒരു കാഴ്ചയടക്കമാണ് ഉണ്ടായത്. ഈ ശക്തമായിട്ടുള്ള കാറ്റിലാണ് ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള ഒരു നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് തന്നെ നമുക്കറിയാം ഒരു മഴ പെയ്താൽ വെള്ളം കയറുന്ന സ്ഥലമാണ്. അത് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം ഇതാദ്യമായിട്ട് തന്നെയായിരിക്കും. ഈ ഒരു ഭാഗത്ത് തന്നെ നിരവധി വീടുകളുടെ അല്ലെങ്കിൽ 3 വീടുകളുടെ മേൽക്കൂര പൂർണ്ണമായും പറന്നു പോയിരിക്കുന്ന ഒരു കാഴ്ച ഇതാദ്യമായിട്ട് തന്നെയായിരിക്കും. മറ്റ് വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മരങ്ങൾ കടപുഴകി വീണും മറ്റുമാണ് ഈ കേടുപാടുകളും മറ്റും സംഭവിച്ചിരിക്കുന്നത്. അതെല്ലാം തന്നെ ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മരം മുറിച്ചു മാറ്റി മറ്റുമുള്ള മരം മുറിച്ചു മാറ്റുകയും മറ്റും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവർക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ ഈ വീട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് രാത്രി എങ്ങനെ എവിടെ കഴിയും എന്നതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതിലെല്ലാം തന്നെ ഒരു നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. പ്രധാനപ്പെട്ട വിഷയം 3 വീടുകളുടെ മേൽക്കൂര ശക്തമായ കാറ്റിൽ പറന്നുപോയി. ഇന്ന് രാത്രി എങ്ങനെ കഴിയും എന്ന ആശങ്കയാണ് ആ വീട്ടമ്മമാർ പ്രകടിപ്പിച്ചത്. വിനയാണ് വിവരങ്ങൾ നൽകിയത്.